വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് വീണ്ടും നോട്ട് ക്ഷാമം. പല എടിഎമ്മുകളിലും കാലി 2000 രൂപ നോട്ട് കിട്ടാനില്ല. അതേസമയം 3 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്ന് RBIയുടെ പ്രതികരണം. നോട്ട് ക്ഷാമത്തിന് കാരണം പ്രധാനമന്ത്രിയാണെന്നും രാജ്യത്തിന് നല്ല കാലം വരുമെന്ന് പറഞ്ഞ മോദി ഇപ്പോൾ ജനങ്ങളെ ക്യൂവിൽ നിർത്തുന്നുവെന്നും രാഹുൽ ഗാന്ധി. നോട്ട് നിരോധനത്തിന്റെ ആഘാതം അവസാനിച്ചിട്ടില്ലെന്നിരിക്കെയാണ് രാജ്യത്ത് നോട്ട് ക്ഷാമം രൂക്ഷമാവുന്നത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജമ്മു കൂടാതെ കർണാടക, ആന്ധ്ര, കേരളം തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളടക്കം നോട്ട് ക്ഷാമം നേരിടുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ എടിഎമ്മുകൾ പണമില്ലാതെ അടഞ്ഞുകിടക്കുകയാണ്. രാജ്യത്ത് നോട്ട് ക്ഷാമം നിലവിലില്ലെന്നും അടിയന്തരമായി എടിഎമ്മുകളിൽ പണം എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ധനകാര്യ സഹമന്ത്രി SP ശുക്ല വ്യക്തമാക്കി. എന്നാൽ ജമ്മു കാശ്മീരിൽ പണമില്ലാത്തതിനെ തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം ATM മെഷീനുകൾ അടിച്ചു തകർത്തിരുന്നു. കർണാടകയിൽ മെയ് 12-ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പണത്തിന് ആവശ്യം വർദ്ധിപ്പിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈയടുത്തുണ്ടായ ഉത്സവങ്ങളും ആഘോഷങ്ങളുമാവാം പണത്തിന്റെ ആവശ്യകത കൂട്ടിയതും ലഭ്യത ഇല്ലാതാക്കിയതെന്നുമായിരുന്നു RBIയുടെ വാദം. എന്നാൽ ഇപ്പോൾ പ്രശ്നം 3 ദിവസത്തിനകം പരിഹരിക്കാമെന്ന് RBI സംസ്ഥാനങ്ങൾക്ക് ഉറപ്പ് നൽകി. നോട്ട് ക്ഷാമം അന്വേഷിച്ച് പരിഹരിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നോട്ട് അസാധുവാക്കുന്നതിന് മുൻപ് 15 ലക്ഷം കോടി നോട്ടുകളായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. എന്നാൽ നിരോധനത്തിന് ശേഷം പണത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്. 2000 രൂപ നോട്ടുകൾ അപ്രത്യക്ഷമാകുന്നുവെന്നാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ ആരോപണം. 200ന്റെ നോട്ടുകൾ പല ATMകളിലും ഇന്നും എത്തിയിട്ടില്ല. പണം മുഴുവൻ BJPയുടെ കൈകളിലാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. നോട്ട് നിരോധനത്തോടെ രാജ്യത്ത് നേരിട്ടുള്ള പണത്തിന്റെ ക്രയവിക്രയം കുറയുമെന്നും പണവിനിയോഗം ഡിജിറ്റലാകുമെന്നുമായിരുന്നു മോദിയുടെ വാദം. നോട്ട് നിരോധിച്ച് 1.5 വർഷം കഴിയുന്ന സാഹചര്യത്തിലും നോട്ട് ക്ഷാമം തുടരുമ്പോൾ ആ വാദവും പൊളിയുകയാണ്. ന്യൂസ് ഡെസ്ക്. കത്വ ബലാത്സംഗ കേസിന്റെ പശ്ചാത്തലത്തിൽ മോദിക്ക് അന്താരാഷ്ട്ര മാധ്യമത്തിന്റെ വിമർശനം. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ്. മോദിയുടെ പാർട്ടിക്കാർ ഉൾപ്പെട്ട കേസുകളിൽ അദ്ദേഹം കുറ്റകരമായ മൗനം പാലിക്കുന്നുവെന്നും വിമർശനം. ന്യൂയോർക്ക് ടൈംസിന്റെ മുഖപ്രസംഗത്തിലാണ് മോദിക്കെതിരെ വിമർശനം. ഇന്ത്യൻ പ്രധാനമന്ത്രി നിരന്തരം ട്വീറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം നല്ലൊരു പ്രാസംഗികനെന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കത്വ സംഭവത്തിലും തന്റെ പാർട്ടിക്കാർ കുറ്റാരോപിതരായ കേസുകളിലും മോദി പുലർത്തുന്നത് കുറ്റകരമായ മൗനമെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ BJP പിന്തുണയുള്ള തീവ്ര ദേശീയവാദികളും വർഗീയവാദികളും ആക്രമണങ്ങൾ നടത്തുമ്പോൾ മോദി മൗനത്തിലാണ്. കത്വയിൽ 8 വയസ്സുകാരി പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യത്ത് ഒരാഴ്ചയായി പ്രതിഷേധങ്ങൾ തുടരുകയാണ്. സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽ ഉൾപ്പെട്ടവർ പ്രതികൾക്ക് വേണ്ടി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇത്തരം കേസുകളിൽ എല്ലാം നരേന്ദ്രമോദി നിസ്സംഗത പാലിക്കുകയാണ്. ബക്കർവാൽ വിഭാഗത്തിൽപ്പെട്ട നാടോടി മുസ്ലിം സമുദായക്കാരെ ഭയപ്പെടുത്താനും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്തുനിന്നും തുരത്താനും മോദി ഉൾപ്പെട്ട പാർട്ടിയിലുള്ളവർ നടത്തിയ ക്രൂരമായ ഗൂഢാലോചന കുറ്റത്തിൽ പ്രതിഷേധങ്ങൾ രാജ്യമെങ്ങും തുടരുമ്പോഴും ഒരാഴ്ച കഴിഞ്ഞാണ് പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ മുന്നോട്ട് വന്നത്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടി സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ BJP MLA പ്രതിയായ പീഡനക്കേസിലും മോദി മൗനത്തിലാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയായ BJPയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. സംഭവം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും പ്രതിയായ MLAയെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. മുൻ UPA സർക്കാരിനുണ്ടായ അനുഭവത്തിൽ നിന്ന് മോദി പാഠം പഠിച്ചിട്ടില്ല. 2012-ൽ നടന്ന ദില്ലി കൂട്ടമാനഭംഗ കേസിൽ അന്നത്തെ UPA സർക്കാരിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് 2014-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭരണം നഷ്ടമായത്. ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. തന്നെ പിന്തുണയ്ക്കുന്നവർ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും കുറിച്ച് മോദി ചർച്ച ചെയ്യണമെന്നും വിശദമായി സംസാരിക്കണമെന്നും ആവശ്യപ്പെടാൻ കഴിയില്ല. എന്നാൽ ഈ കേസുകളൊന്നും ഒറ്റപ്പെട്ട അതിക്രമങ്ങളല്ല എന്നതാണ് വസ്തുത. ഇത് തീവ്രദേശീയ ശക്തികൾ ആസൂത്രണം ചെയ്യുന്നതും സംഘടിതമായി നടപ്പാക്കുകയും ചെയ്യുന്ന ഭീകരതയാണ്. സ്ത്രീകൾ, മുസ്ലിങ്ങൾ, ദലിതർ, മറ്റു അധസ്ഥിത ജനവിഭാഗങ്ങൾ എന്നിവരാണ് ഇവരുടെ ലക്ഷ്യം. രാജ്യത്തെ എല്ലാ പൗരന്മാരെയും സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ടി പൊരുതുകയും ചെയ്യുകയാണ് പ്രധാനമന്ത്രിയുടെ കടമ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല ന്യൂയോർക്ക് ടൈംസ് നരേന്ദ്രമോദിക്കെതിരെ ലേഖനം എഴുതുന്നത്. മുമ്പ് മാധ്യമപ്രവർത്തകയായ ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടപ്പോഴും ന്യൂയോർക്ക് ടൈംസ് ലേഖനം എഴുതിയിരുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. കത്വ കൂട്ടമാനഭംഗത്തിന്റെ മുറിവുണങ്ങും മുൻപ് ഉത്തർപ്രദേശിൽ പീഡന കഥകൾ തുടർക്കഥകളാകുന്നു. ഉത്തർപ്രദേശിലെ എത്വായിൽ 2 സഹോദരിമാരുടെ മൃതദേഹം വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എട്ടാ ജില്ലയിൽ 8 വയസ്സുകാരിയെ കൂട്ടമാനഭംഗത്തിന് ശേഷം ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്തു. അതേസമയം കത്വ ബലാത്സംഗ കേസിലെ പ്രതികളെ പിന്തുണച്ചതിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന മന്ത്രി ലാൽ സിംഗിന് അനുയായികൾ സ്വീകരണം നൽകി. ഉന്നാവോ പീഡന കേസിലെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സംശയം തീർക്കാനായി CBI വീണ്ടും മെഡിക്കൽ പരിശോധന നടത്തി. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കത്വയിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനും അഭിഭാഷകയ്ക്കും പോലീസ് സുരക്ഷ ശക്തമാക്കി. കഴിഞ്ഞ ജൂണിൽ 16-കാരിയായ തന്നെ MLA പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ ആരോപണം.
അന്ന് പെൺകുട്ടി പരാതിപ്പെട്ട സമയത്ത് മെഡിക്കൽ പരിശോധന നടത്തിയ ഉന്നാവോയിലെ ഡോക്ടർ SK ജോഹരി പറയുന്നത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെന്നാണ്. എക്സ്റേ എടുത്ത് എല്ലുകളുടെ നില പരിശോധിച്ച വേളയിൽ പെൺകുട്ടിക്ക് 19 വയസ്സിന് കൂടുതൽ പ്രായമുണ്ടെന്നാണ് ഡോക്ടറുടെ കണ്ടെത്തൽ. ഡോക്ടർ ഇക്കാര്യം പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. BJP MLA കുൽദീപ് സിംഗ് സെങ്കാറിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതും നീണ്ട 1 വർഷത്തോളമുള്ള ഒളിച്ചുകളിയും കാരണം CBI സംഘം വീണ്ടും പെൺകുട്ടിയുടെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ടിലും പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെന്ന നിഗമനമാണെങ്കിൽ പോക്സോ നിയമത്തിന്റെ വകുപ്പുകൾ നീക്കം ചെയ്യേണ്ടി വരും. 2017 ആദ്യം ആരോപണമായി എത്തിയ പെൺകുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ നൽകിയ മൊഴിയിൽ പെൺകുട്ടി MLAയുടെ പേര് പറഞ്ഞിരുന്നില്ല. ഇന്നലെയാണ് രണ്ടാമത്തെ FIRൽ അന്വേഷണം നടത്തുന്ന CBIക്ക് പെൺകുട്ടി രഹസ്യമൊഴി നൽകിയത്. ഇതേസമയം കത്വ കേസിലെ ഇരയുടെ കുടുംബത്തിനും അഭിഭാഷക ദീപിക റജാവത്തിനും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ജമ്മു കാശ്മീർ പോലീസ് സുരക്ഷ ശക്തമാക്കി. കേസിന്റെ വിചാരണ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇരയുടെ കുടുംബം സമർപ്പിച്ച ഹർജിയിൽ ഈ മാസം 27-നകം രേഖാമൂലം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജമ്മു കാശ്മീർ സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. LDF സർക്കാരിന്റെ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും നടപ്പിലാക്കി പദ്ധതികളും വിലയിരുത്തും. ഓരോ വകുപ്പിന്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, വിശദാംശങ്ങൾ. പ്രിയ, പ്രധാനമായും അടുത്ത മാസം LDF സർക്കാർ, അതായത് പിണറായി ഗവൺമെന്റ് വന്നിട്ട് 2 വർഷം തികയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇതിൽ ഓരോ വകുപ്പുകളുടെയും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ, പ്രവർത്തന പുരോഗതിയും അതോടൊപ്പം തന്നെ വാഗ്ദാനങ്ങളും ഒരുപോലെ പരിശോധിക്കുന്നതായിരിക്കും. പരിശോധിച്ച ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുക. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തന്നെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷവും സർക്കാർ 1 വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിലും ഇത്തരത്തിൽ ഒരു പ്രവർത്തന അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2ാം വർഷത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതിൽ എത്രത്തോളം പൂർത്തീകരിക്കാൻ സാധിച്ചു, ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ ബാക്കിയുള്ളത്, ഇവയെല്ലാം കൃത്യമായി വിലയിരുത്തുന്ന റിപ്പോർട്ടായിരിക്കും ഇത്. അതിൽ പ്രധാനമായും ഓരോ വകുപ്പുകളുടെയും പ്രത്യേകം ആയിട്ട് തന്നെ വിലയിരുത്തലും ഉണ്ടാകുന്നതായിരിക്കും. അതിനോടനുബന്ധിച്ചുള്ള കൂടിയാലോചനകൾ ഓരോ വകുപ്പിനെയും പ്രത്യേകമായി വിലയിരുത്തി തന്നെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുക. ഏതായാലും 2ാം വാർഷികത്തിനോടനുബന്ധിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. LDF സർക്കാരിന്റെ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും പദ്ധതികളും നടപ്പിലാക്കി ഇത് വിലയിരുത്തും. വിവരങ്ങളാണ് ഷീജ നൽകി. CPIM 22ാം പാർട്ടി കോൺഗ്രസിന് നാളെ ഹൈദരാബാദിൽ തിരശ്ശീല ഉയരും. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഇന്ന് യോഗം ചേരും. തെലങ്കാന തലസ്ഥാനമായ ഹൈദരാബാദ് ചുവപ്പണിഞ്ഞിരിക്കുന്നു. നിയമനിർമ്മാണ സഭകളിലെ അംഗബലം കൊണ്ട് പിറകിലെങ്കിലും കേന്ദ്രത്തിനെതിരെ ഉയർന്ന പ്രക്ഷോഭങ്ങളാൽ ശക്തമായ പ്രതിപക്ഷമായി ഉയർന്ന ഇടതുപക്ഷ ശബ്ദത്തെ ആശങ്കയോടെയാണ് രാജ്യം ഭരിക്കുന്ന BJP കാതോർക്കുന്നത്. ഭരണമാറ്റത്തിലേക്ക് നയിച്ചേക്കാവുന്ന മതേതര ബദൽ രൂപീകരിക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ ഹൈദരാബാദിൽ ഉണ്ടായേക്കുമോ എന്നതാണ് BJPയുടെ ആശങ്ക. മഹാരാഷ്ട്രയിലെ കർഷകർ ചെങ്കോടിയേന്തി നടത്തിയ ലോങ് മാർച്ചും കലാലയങ്ങളിലെ ചുകപ്പൻ മുന്നേറ്റങ്ങളും നൽകിയ ആവേശം ഹൈദരാബാദിൽ പ്രകടമാണ്. 22ാം പാർട്ടി കോൺഗ്രസിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും ക്ഷണിതാക്കളും ഉൾപ്പെടെ 850 പേരാണ് പങ്കെടുക്കുന്നത്. വരുംകാല പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്ന രാഷ്ട്രീയ പ്രമേയവും സംഘടനാ സംബന്ധമായ വിഷയങ്ങൾ വിലയിരുത്തുന്ന സംഘടനാ റിപ്പോർട്ടും കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ മുൻനിർത്തിയുള്ള 25ഓളം പ്രമേയങ്ങളും പാർട്ടി കോൺഗ്രസ് പാസാക്കും. ത്രിപുരയിലും ബംഗാളിലും ഉണ്ടായ തിരിച്ചടികൾ വിലയിരുത്തും. മതേതര ബദലിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടക്കും. ഇതു സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായേക്കും. കോൺഗ്രസിന്റെയും BJPയുടെയും നയസമീപനങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. BJPയെ അവരുടെ കൂട്ടാളികളെയും തോൽപ്പിക്കാൻ കോൺഗ്രസ് ഇതര പാർട്ടികളെ എവിടെയെല്ലാം ആശ്രയിച്ച് BJPയും കൂട്ടാളികളെയും തോൽപ്പിക്കാമോ അവിടെയെല്ലാം കോൺഗ്രസ് ഇതര പാർട്ടികളെ ആശ്രയിച്ചിട്ടാണ് തോൽപ്പിക്കുക. പാർട്ടി നേതൃനിരയെ തെരഞ്ഞെടുത്ത ശേഷം 22-ന് സരൂർ നഗറിൽ നടക്കുന്ന വൻ റാലിയോടെ 22ാം പാർട്ടി കോൺഗ്രസിന് തിരശ്ശീല വീഴും. സമീപകാലത്ത് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും CPIMന് കനത്ത തിരിച്ചടികൾ ഏൽക്കേണ്ടി വന്നു. അതേസമയം വിദ്യാർത്ഥികൾ, കർഷകർ, കർഷക തൊഴിലാളികൾ എന്നിവർക്കിടയിൽ പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. CPIMന്റെ ശക്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചർച്ചകളായിരിക്കും നാളെ മുതൽ ഹൈദരാബാദിൽ നടക്കുക. ഹൈദരാബാദിൽ നിന്ന് പീപ്പിൾ TVക്ക് വേണ്ടി K. രാജേന്ദ്രൻ. പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്നും പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ഇത് മനസ്സിലാകുമെന്നും സീതാറാം യെച്ചൂരി. പാർട്ടിയുടെ ശക്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കുകയാണ് പാർട്ടി കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു.
Nothing. You just wait till the Congress is over, you'll know the reality. The main agenda is the discussion on our political resolution. And that political resolution will be discussed and adopted by the party Congress. And the other main agenda is our organizational report. How to strengthen the party further. That will be the main issue on which discussions will take place. The other thing is that so many rumors are going on, so many news items are coming that this is going to for an election, division. What's reality? Nothing. You just wait till the Congress is over, you'll know the reality. അതേസമയം BJP ആണ് പാർട്ടിയുടെ മുഖ്യ ശത്രു എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഹൈദരാബാദിൽ നിന്നും രാജേന്ദ്രൻ ചേരുകയാണ്. രാജേന്ദ്രൻ, പാർട്ടിയിൽ ഭിന്നതയില്ല എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പാർട്ടിയുടെ മുഖ്യ ശത്രു BJP ആണെന്ന് കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? CPM-ന്റെ 22ാം പാർട്ടി കോൺഗ്രസിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം ഇപ്പോൾ ഹൈദരാബാദിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം പോളിറ്റ് ബ്യൂറോ യോഗം ചേരും. CPM-ന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഇതിനകം തന്നെ എന്താണ് BJP എങ്ങനെ നേരിടണം, കോൺഗ്രസിനോടുള്ള സമീപനം എന്താണ്, ഇത് സംബന്ധിച്ചെല്ലാം തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കീഴ്ഘടകങ്ങളിൽ വിശദമായ ചർച്ചകൾ നടന്നു. നിരവധി ഭേദഗതി നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രമേയത്തിന് മേൽ വിശദമായ ചർച്ചകൾ തന്നെ ഈ പാർട്ടി കോൺഗ്രസിൽ നടക്കുമെന്ന് ഉറപ്പാണ്. ഇതിനെപ്പറ്റി സീതാറാം യെച്ചൂരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് തികച്ചും ജനാധിപത്യപരമായ ചർച്ച നടക്കും. ഉൾപാർട്ടി ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. അതുകൊണ്ട് തന്നെ എല്ലാ അഭിപ്രായങ്ങൾക്കും ഇവിടെ സ്ഥാനമുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസ് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. എന്നാൽ ഇത് സംബന്ധിച്ച് ഇങ്ങനെ പരിഹരിക്കാനാവാത്ത രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു ഭിന്നതയും പാർട്ടിക്കകത്തില്ല. ഇക്കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി കോൺഗ്രസ് അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. ഇതിനകത്ത് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ CPM-ന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ശത്രു, മുഖ്യ ശത്രു എന്ന് പറയുന്നത് BJP ആണ്. BJP-ക്കെതിരെ രാജ്യത്ത് ഒരു മതേതര ബദൽ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തും. അതേസമയം CPIM-ന്റെ പാർട്ടിയുടെ ജനകീയ അടിത്തറ ദുർബലപ്പെടുത്തുക, പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നെല്ലാമാണ്. അതേസമയത്ത് തന്നെ മറ്റ് മതേതര പാർട്ടികളുമായി യോജിച്ചുകൊണ്ട് BJP നേരിടാനുള്ള തന്ത്രങ്ങൾക്ക് രൂപം നൽകും. കോൺഗ്രസ് പല വിഷയങ്ങളിലും തന്നെ BJP-യുടെ ഇതിന് സമാനമായ സമീപനമാണ് കൈക്കൊള്ളുന്നത്. പ്രത്യേകിച്ച് ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട്, വികസനവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ കോൺഗ്രസുമായി യോജിക്കാനാവാത്ത നിലപാടാണ് CPIM-നുള്ളത്. ഈ നിലപാട് തന്നെയായിരിക്കും തുടരുക എന്നാണ് രാഷ്ട്രീയ പ്രമേയത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചകൾ നടക്കും. അതുപോലെ സംഘടനാ റിപ്പോർട്ടിന് മേലുള്ള വിശദമായ ചർച്ചകൾ നടക്കും. 25ഓളം പ്രമേയങ്ങൾ 25ഓളം പ്രമേയങ്ങൾ പാർട്ടി കോൺഗ്രസ് പാസാക്കും. നേരത്തെ പറഞ്ഞതുപോലെ പോളിറ്റ് ബ്യൂറോ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിക്കും. ഈ കേന്ദ്ര കമ്മിറ്റി യോഗമായിരിക്കും സമ്മേളനം നിയന്ത്രിക്കുന്ന കമ്മിറ്റികൾക്ക് രൂപം നൽകുക. മിനിറ്റ്സ് കമ്മിറ്റി, അതുപോലെ പ്രമേയ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി. പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്നും പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ഇത് മനസ്സിലാകുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പാർട്ടിയുടെ മുഖ്യ ശത്രു BJP എന്ന് കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം പോളിറ്റ് ബ്യൂറോ യോഗം ആരംഭിക്കും. വിവരങ്ങളാണ് ഹൈദരാബാദിൽ നിന്നും രാജേന്ദ്രൻ നൽകിയത്. മക്ക മസ്ജിദ് സ്ഫോടന കേസിലെ പ്രതികളെ വെറുതെ വിട്ട സംഭവം നടുക്കമുണ്ടാക്കുന്നുവെന്ന് ബൃന്ദ കാരാട്ട്. തീവ്രവാദ കേസുകളിൽ വ്യത്യസ്ത വിധികൾ വരുന്നത് ആശങ്കാജനകമെന്നും NIA രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നുവെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. It is an extremely disturbing verdict because 9 people were killed, so many people were injured. Documents were produced, witnesses were produced in court, first the CBI, then the NIA, and now they say there's no evidence. So what is disturbing is, are the judicial processes going to be influenced by affiliations to any particular religious community, by any particular political ideology? The NIA is accountable for this. The government is accountable for it. And this is an entire failure of our agencies. Whether it is deliberate, can it be a coincidence that in every single case where those who have an allegiance to Hindutva ideologies, who were accused of bomb blasts, have all been exonerated? So India's fight against terrorism cannot be a selective fight
looking at this or that religion. It is a fight for security of our people. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. വിശാല ഐ ഗ്രൂപ്പിൽ അസംതൃപ്തിയുള്ളവർ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഒരുമിക്കുന്നു. കെ കരുണാകരൻ സ്റ്റഡി സെന്റർ എന്ന പേരുള്ള കൂട്ടായ്മ ലക്ഷ്യം വെക്കുന്നത് കരുണാകരനൊപ്പം പോയി പിന്നീട് പാർട്ടിയിലേക്ക് മടങ്ങിയെത്തിയ DIC-കാരെ. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള വിശാല ഐ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിൽ കടുത്ത അതൃപ്തിയുള്ളവരാണ് മുരളീധരനെ മുന്നിൽ നിർത്തി പുതിയ ഗ്രൂപ്പിന് നീക്കം നടത്തുന്നത്. കെ കരുണാകരൻ സ്റ്റഡി സെന്റർ എന്ന പേരിലാണ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം. കൂട്ടായ്മയുടെ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നു. മുൻ MLA ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു കൂട്ടായ്മ. DIC-K എന്ന പേരിൽ കെ കരുണാകരൻ പുതിയ പാർട്ടി രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തിനൊപ്പം പാർട്ടിയിൽ നിന്ന് പുറത്തുപോവുകയും പിന്നീട് കോൺഗ്രസിൽ തിരിച്ചെത്തി ഐ ഗ്രൂപ്പിന്റെ ഭാഗമാവുകയും ചെയ്തവരാണ് ഒത്തുകൂടുന്നത്. KPCC പുനഃസംഘടനയിൽ തഴയപ്പെട്ടു എന്ന വികാരമാണ് പുതിയ ഗ്രൂപ്പ് രൂപീകരണത്തിന് ആക്കം കൂട്ടുന്നത്. വരും ദിവസങ്ങളിൽ ജില്ലകൾ കേന്ദ്രീകരിച്ച് യോഗം ചേരാനാണ് പുതിയ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നവരുടെ തീരുമാനം. KPCCയുടെ പ്രവർത്തനത്തിലും ഇവർ കടുത്ത അസംതൃപ്തിയിലാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KM മാണി രാഷ്ട്രീയ വഞ്ചകനാണെന്ന പ്രമേയം ഇപ്പോഴും നിലനിൽക്കുന്നതായും കോട്ടയം DCC പ്രമേയത്തിൽ ഉറച്ചു നിൽക്കുന്നതായും DCC പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്. മാണിയെ മുന്നണി പ്രവേശന വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് AICC ആണെന്നും DCC പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് കോട്ടയത്ത് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അത് വിലയിരുത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ഒരു പ്രമേയം അവതരിപ്പിച്ച് അത് ഐകകണ്ഠ്യേന പാസാക്കി KPCC-ക്ക് നൽകി. കേരളത്തിലെ കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ രാഷ്ട്രീയകാര്യ സമിതി അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ പ്രമേയത്തിൽ ഇപ്പോഴും ഒരു മാറ്റവും വരുത്തത്തക്ക വിധത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പോലും ആ പ്രമേയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അഴിമതിക്കാരെയും പീഡനാരോപിതരെയും ഉൾപ്പെടുത്തി കർണാടകയിൽ BJP-യുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക. 82 പേരെ ഉൾപ്പെടുത്തിയ പട്ടികയാണ് തിങ്കളാഴ്ച BJP പുറത്തിറക്കിയത്. പട്ടികയിൽ കുറ്റാരോപിതരും നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവരും ഉൾപ്പെടുന്നു. മുൻമന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡു, SN കൃഷ്ണ ഷെട്ടി, H ഹാലപ്പ, MP രേണുകാചാര്യ തുടങ്ങിയ കുറ്റാരോപിതർ ഉൾപ്പെട്ട പട്ടികയാണ് BJP ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരിൽ പലരും ഉൾപ്പെട്ട കേസുകളുടെ വാദം കോടതികളിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പട്ടിക BJP ഇറക്കിയിരിക്കുന്നത്. ഇതിൽ നായിഡുവിനെതിരെ നിലനിന്ന അഴിമതി ആരോപണവും ഹാലപ്പയ്ക്കെതിരെയുള്ള പീഡനക്കേസും കോടതി തള്ളിയിരുന്നു. എന്നാൽ ഷെട്ടിക്കെതിരെയുള്ള അഴിമതി ആരോപണ കേസിന്റെ വാദം ഇപ്പോഴും തുടരുകയാണ്. പുതിയ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ പാർട്ടിക്ക് അകത്തും പുറത്തും പൊട്ടിത്തെറികൾ ഉടലെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പാർട്ടി നേതാവ് ഷാഷിൽ നമോഷി തനിക്ക് സീറ്റ് ലഭിച്ചില്ലെന്ന പരാതിയുമായി രംഗത്തു വന്നിരുന്നു. നമോഷിക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കർണാടകയിൽ വ്യാപക അക്രമങ്ങളും ഉണ്ടായി. ഏപ്രിൽ 8-ന് BJP 72 അംഗങ്ങളെ ഉൾപ്പെടുത്തി ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ എന്നിവരുൾപ്പെട്ട BJP-യുടെ കേന്ദ്ര കമ്മിറ്റിയാണ് രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത്. അതേസമയം 5 വർഷത്തെ ഇടവേളയിൽ കർണാടകയിൽ അധികാരത്തിലെത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായുള്ള തന്ത്രങ്ങളാണ് BJP ഇപ്പോൾ നടത്തിവരുന്നത്. ന്യൂസ് ഡെസ്ക്. ലോക്പാലിനെ ഉടൻ നിയമിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സുപ്രീം കോടതി. ലോക്പാൽ നിയമനവുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം. സെലക്ഷൻ കമ്മിറ്റി ഏപ്രിൽ 10-ന് യോഗം ചേർന്നുവെന്നും നടപടികൾ പുരോഗമിക്കുകയാണെന്നും അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കോടതിയെ അറിയിച്ചു. തുടർന്ന് കേസ് 4 ആഴ്ചയ്ക്കകം പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചു. ലോക്പാൽ നിയമനം ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകയായ അശ്വനി ഉപാധ്യായാണ് കോടതിയെ സമീപിച്ചത്.